Hello, good morning. Good morning. Good morning. Anju, Anantakrishnan, Anina, Ajju. 4 പേര് അവിടെ ഇരിക്കണല്ലേ. ഒരു ഗുഡ് മോർണിംഗ് ഒന്ന് തിരിച്ചു പറയോ? ആരെങ്കിലും ഒരാള്. സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഈ ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിവൺ? യെസ്, വെരി ഗുഡ് മോർണിംഗ്. അതാണ് അതെ, നിങ്ങളുടെ നമ്മൾ ആ ഒരു സൗണ്ട് ടെസ്റ്റിംഗ് കൂടിയാണ് ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലെ. നിങ്ങൾ ഇത്രയും പേരുണ്ട്, എല്ലാവരും കൂടി ഗുഡ് മോർണിംഗ് പറയാൻ നിർബന്ധമില്ല. പക്ഷെ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനാണ്. ആ സൗണ്ട് ഒക്കെ കറക്റ്റ് ആണോ? നിങ്ങളെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടോ? ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് സൗണ്ട് ഒന്നും ചെക്ക് ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ വന്നിരുന്ന് കുറെ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങോട്ട് പോയി അവസാനം ടീച്ചർ എന്തൊക്കെയാണ് പോയി പറയണേ. ഒന്നും കേൾക്കണില്ല കേട്ടോ. അപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വ്യക്തമാകില്ല. അതുകൊണ്ടാണ് ഒരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് തിരിച്ച് ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് പറയണേന്ന് മനസ്സിലാക്കണേ. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇടയ്ക്ക് നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേട്ടോട്ടെ. ഇടയ്ക്ക് എല്ലാ ദിവസവും ആദ്യം ക്ലാസ്സിൽ തുടങ്ങുന്ന സമയത്ത് ഒരു നിങ്ങളുടെ സൗണ്ട് കൂടി ഒന്ന് കേട്ടെ ഞങ്ങള്. അല്ലാതെ ഞങ്ങളുടെ മാത്രം സൗണ്ട് കേട്ടത് കൊണ്ട് 1 hour മുഴുവനും നമ്മളല്ലേ ഈ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇച്ചിരിയൊക്കെ നിങ്ങളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, യെസ്, സോ ലെറ്റ് സ്റ്റാർട്ട്. സമയം കളയുന്നില്ല. എവിടെ വരെയൊക്കെ നമ്മൾ എടുക്കുന്ന വല്ല ഓർമ്മയുണ്ടോ? ഇനി അതുകൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്യാമായിരുന്നു. എവിടെയാണ് ഇനി നമ്മൾ തുടങ്ങേണ്ടത്? Anybody can say? ആരെങ്കിലും പറഞ്ഞോ? Causes of indiscipline. അത് പറഞ്ഞു. Causes of indiscipline അല്ലെങ്കിൽ മിസ്കണ്ടക്ട് അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്താണ് ഇൻഡിസിപ്ലിൻ ഉള്ള കാരണങ്ങൾ? അതിന് കുറച്ച് എന്താ പറയാ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷന്റെ കടുംപിടുത്തം. അതായത് ചില കാര്യങ്ങൾ ഇന്ന തന്നെ രീതിയിൽ ഫോളോ ചെയ്യണം അല്ലെ അന്നും പറഞ്ഞുകൊണ്ട് പണ്ട് തുടങ്ങിയുള്ളത് കുറെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചില പ്രാക്ടീസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെ നോട്ട് ബി ആക്സെപ്റ്റബിൾ ബൈ ദ എംപ്ലോയീസിന് ചിലപ്പോൾ അത് ദഹിക്കില്ല. അപ്പൊ അത് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യില്ല. ഓക്കെ, അപ്പൊ സ്റ്റിഫ് ആയിട്ടുള്ള ചില പ്രാക്ടീസസ് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് മേ ബി എ റീസൺ ഓർ കോസ് ഓഫ് ഇൻഡിസിപ്ലിന് കാരണമാകാം. അൺഫെയർ ട്രീറ്റ്മെന്റ്. എല്ലാ എംപ്ലോയീസിനെയും എന്താ പറയാ നല്ല രീതിയിൽ, അതായത് എംപ്ലോയീസിന് ഒരു ഫെയർ ട്രീറ്റ്മെന്റ്, യാതൊരു രീതിയിലും ഒരു എന്താ പറയാ ഒരു തർക്കങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ തന്നെ എന്താ പറയാ ട്രീറ്റ് ചെയ്യണം. അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻസിന്റെ കാര്യത്തിലാകാം, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമാകാം, എന്തെങ്കിലും പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാകാം, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം. അതാണ് അൺഫെയർ ട്രീറ്റ്മെന്റ് എടുത്താൽ അപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ മുറിമുറുപ്പ് ഉണ്ടാകും, കംപ്ലൈന്റ് ഉണ്ടാകും അല്ലെ. ചില കൂട്ടർക്ക് ഇങ്ങനെ ചെയ്യുന്നു, ചില കൂട്ടർക്ക് ഇങ്ങനെ ചെയ്യുന്നു. സോ ദർ വിൽ ബി ബയാസ്, തർക്കങ്ങൾ ഉണ്ടാകാം എംപ്ലോയീസിന്. ഓക്കെ, അവർക്ക് കംപ്ലൈന്റ് ഉണ്ടാകാം. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട്. ശരിയായ രീതിയിൽ സുപ്പീരിയേഴ്സ് they have to communicate the code of conduct which has to be followed by the employees. എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കോണ്ടാക്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? The behavioral pattern to be applied in the organization by the employees. എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത്. പെരുമാറ്റച്ചട്ടമാണ്, ജോലിയല്ല ഉദ്ദേശിക്കുന്നത്. ആ ജോലിക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇങ്ങനെ പെരുമാറണം, ഇതാണ് രീതി. അങ്ങനത്തെ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് സുപ്പീരിയേഴ്സ് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. എല്ലാവർക്കും എന്താ പറയാ അവരുടെ അറിവിലേക്ക്, അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് അവർക്കത് കൊടുത്തിരിക്കണം.
അതല്ലെങ്കിൽ എന്ത് പറ്റും, ഇറ്റ് മേ ക്രിയേറ്റ് കൺഫ്യൂഷൻസ് among the എംപ്ലോയീസിന് കൺഫ്യൂഷൻ ആകും. ഇതിൽ ഏതാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത്, ഏതാ ഇൻഡിസിപ്ലിൻ ആണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു രീതി നമുക്കിവിടെ ചെയ്യാൻ പാടില്ല, വേർതിരിച്ചറിയാനുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് സുപ്പീരിയേഴ്സ് കൃത്യമായ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രൊവൈഡ് ചെയ്ത് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അവരറിയണം. അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഇവിടുത്തെ രീതി എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? ഒരു കാര്യം ചെയ്തു ഏതെങ്കിലും ഒരു എംപ്ലോയി, that means it is against the code of conduct of the organization. ആ ഒരു ചെയ്തപ്പോ ആൾക്കത് അറിയില്ലായിരുന്നു, ഇത് ഇവിടുത്തെ രീതിയിൽ പെട്ടതല്ല എന്നറിയാതെ ചെയ്തു പോയതാണ്. എന്താ അറിയാതെ ചെയ്തു പോയത്? കാരണം എന്ന് വെച്ചാൽ ഈ കോഡ് ഓഫ് കോണ്ടാക്ട് കൃത്യമായ രീതിയിൽ ആ എംപ്ലോയിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് അഗേൻസ്റ്റ് ദ റൂൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആണ് എന്ന് വ്യക്തമായ ധാരണയില്ലാതെ ചെയ്തു പോയതാണ് എംപ്ലോയി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അറിവില്ലായ്മയോട് ചെയ്തു പോയത് അത് മിസ്കണ്ടക്ട് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആള് ഈസ് നോട്ട് അവെയർ ഓഫ്, അതിനെ കുറിച്ച് അറിയില്ല ആൾക്ക് ഇന്നതായിരുന്നു എന്ന്. അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ആ സന്ദർഭമോ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇൻഡിസിപ്ലിൻഡ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താ? ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് ഒക്കെ റീഡ്രസ്സിൽ ചെയ്യുന്നത്, പരിഹരിക്കുന്നതൊക്കെ ശരിയായ രീതിയിൽ അല്ലെങ്കിലും എന്താകാം, ഇൻഡിസിപ്ലിൻ ആകാം. ആളുകൾക്ക് അതായത് ഒരു ഗ്രീവിയൻസ് ഉണ്ടായി കഴിയുമ്പോൾ, കംപ്ലൈന്റ് ഉണ്ടായി കഴിയുമ്പോൾ ശരിയായി പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ അത് പരാതികളായിട്ട് എപ്പോഴും എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് പല രീതിയിൽ അത് പ്രകടമാകും അവരുടെ ജോലിയിൽ. ഓക്കെ, പിന്നെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള HR പോളിസീസ്, ഏതെങ്കിലും തരത്തിലുള്ള പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് ഇഫക്റ്റീവ് ആകുന്ന രീതിയിലുള്ളതായിരിക്കണം. അല്ലാതെ മാനേജ്മെന്റിന് എന്താ പറയാ ചില സമയത്ത് നല്ല പോളിസീസ് ഒക്കെ രൂപീകരിക്കാത്തത് കൊണ്ട് ചില തിരിച്ചടികളും മാനേജ്മെന്റിന്റെ ഭാഗത്തേക്ക് വരാറുണ്ട് എംപ്ലോയീസിന്റെ പേരിൽ. ഓക്കെ, അത് പിന്നെ പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ആണ്. എംപ്ലോയീസും ട്രേഡ് യൂണിയനും ഒക്കെ ഓർഗനൈസേഷൻസിന്റെ എന്താ പറയാ ഇടയിൽ, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഇടയിലോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിന്റെ ഇടയിലോ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിട്ട് കൊണ്ടുവരാതിരിക്കുക. അത് ചിലപ്പോ എന്താ പറയാ അവര് മാനേജ്മെന്റിന് എത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലും അത് അവർക്ക് ഒരു നെഗറ്റീവായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അവര്. കാരണം എംപ്ലോയീസിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അവരെ എന്താ പറയാ ചൂഷണം ചെയ്തോ ചെയ്യുന്ന എന്ത് കാര്യം നല്ലത് ചെയ്താലും അവർക്കത് ചിലപ്പോൾ ഓർഗനൈസേഷൻ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് നമ്മളുടെ ഇവരെ ചൂഷണം ചെയ്തിട്ട് എംപ്ലോയീസിനെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താകും, ഓർഗനൈസേഷൻ തന്നെയായിരിക്കും അതിന്റെ തിരിച്ചടികൾ വരാം. ഓക്കെ, പിന്നെ ഓർഗനൈസേഷന്റെ കൾച്ചർ നമ്മൾ പറഞ്ഞു, പലതരത്തിലുള്ള കൾച്ചറുകളൊക്കെയാണ് എന്താ പറയാ പല ഓർഗനൈസേഷൻസിലുള്ളത്. ഓരോരുത്തരുടേതായ രീതിയിലാണ്. പക്ഷെ ആ എംപ്ലോയർ, കമ്പനിയുടെ എംപ്ലോയർ അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണോ കൾച്ചർ എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എംപ്ലോയീസിനോട്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും എന്തുണ്ടാകാം, എംപ്ലോയീസിന്റെ ഇടയിൽ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാകാം. അത് തന്നെയല്ല, അത് ചിലപ്പോ എന്തിലേക്ക് നയിക്കും, മിസ്കണ്ടക്റ്റിലേക്ക് നയിക്കും. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ അടുത്ത ഹെഡിങ് ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. ഇനി ഒരു റൂളാണ്, ഇഫ് എനി എംപ്ലോയി മേക്ക് സം മിസ്റ്റേക്സ് ഓർ എനി ആക്ട് ഓഫ് മിസ്കണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ, ഏതെങ്കിലും രീതിയിൽ ഒരു എംപ്ലോയി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ there will be some punishment, അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് വിൽ ബി ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. ആക്ഷൻ എടുക്കും അല്ലെ എംപ്ലോയീസിന്റെ എതിരെ. ഇത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് എംപ്ലോയീസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യും, ഇതിനെതിരെ എംപ്ലോയീസിന്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്ഷൻ മാനേജ്മെന്റ് എടുക്കും. അത് എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ബാക്കിയുള്ളവരും ആ തെറ്റ് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ആവർത്തിക്കുമ്പോൾ അതെല്ലാവരും പിന്നെ ആവർത്തിച്ച് സകലമായ എംപ്ലോയീസും അത് തന്നെ ഫോളോ ചെയ്താൽ അത് നമ്മളുടെ ഓർഗനൈസേഷന്റെ എന്താ പറയാ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ ബാധിക്കും, അതിന്റെ പ്രോഫിറ്റബിലിറ്റിയെ അങ്ങനെ എല്ലാത്തിനെയും തകിടം മറിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താ പറയാ സപ്പോർട്ട് ഫ്രം ദ സബോർഡിനേറ്റ്സ്, ഒരു മാനേജ്മെന്റിന് അവിടുത്തെ എംപ്ലോയീസിന്റെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഇറ്റ് ക്യാൻ ഗിവ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് റിസൾട്ട്. അതായത് നമ്മുടെ മാനേജേഴ്സിന്റെ ജോലികളാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെന്റിനെ മാനേജ് ചെയ്ത് മാത്രം ചെയ്താൽ മതി. പക്ഷെ ജോലികൾ മൊത്തം ചെയ്യുന്നത് സബോർഡിനേറ്റ്സ് ആണ്, എംപ്ലോയീസ് ആണ്. അപ്പൊ അവരുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് തീർച്ചയായും മാനേജ്മെന്റിന് വേണം. എന്നാലേ അവർക്ക് കൃത്യമായിട്ടും അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടൊക്കെ ജോലി ചെയ്യാനും പറ്റുള്ളൂ. പക്ഷെ when the employee violates any rule or any procedures, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാം.
അതായത് ഏതെങ്കിലും രീതിയിൽ ലംഘിക്കുക. അങ്ങനെ വരുമ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. തീർച്ചയായിട്ടും അവർക്കെതിരെ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അങ്ങനെ വരുമ്പോൾ ആ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്താൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറി 2-3 ദിവസമായിട്ട് വൈകി വരുന്നു, 10:00 ക്ലാസ് തുടങ്ങും, 10:35 ആയിട്ടും ടീച്ചർ എത്തിയിട്ടില്ല, ക്ലാസ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ടീച്ചർ വന്നിട്ടില്ല. 2-3 ദിവസമൊക്കെ ഇത് കാണുമ്പോ ഞാൻ അതെന്താണ്, ഇവിടുത്തെ ഡിസിപ്ലിൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അത് കണ്ടു കഴിഞ്ഞാൽ മാനേജ്മെന്റിന് തീർച്ചയായിട്ടും റൈറ്റ് ടു ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് മീ. തീർച്ചയായിട്ടും അവർക്ക് അവകാശമുണ്ട്. 2-3 ദിവസമായിട്ട് അപ്പൊ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഒന്ന് വാൺ ചെയ്ത്, ടീച്ചറെ കുറച്ച് ദിവസമായിട്ട് ഇതാണല്ലോ പതിവ്, 3 ദിവസമായിട്ട് വൈകി വരികയാണ് അല്ലെ, അവര് നമുക്കെതിരെ ആക്ഷൻ എടുക്കും. അത് ചിലപ്പോൾ ഒരു വെർബൽ വാർണിംഗ് ആയിരിക്കാം. എങ്ങനെ ഒരു വാഗോണ്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു എന്താ പറയാ, ഒരു ചെറിയ ഒരു നീരസം പോലെ സംസാരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഇറ്റ് മേക്സ് മീ ഹേർട്ട്. എന്ത് ചെയ്യും, അതെന്നെ ഹേർട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷമാണോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് വിഷമം തോന്നും. കാരണം എന്താ, നമ്മൾ വൈകിയതിന് ചിലപ്പോൾ എന്തെങ്കിലും നമ്മളുടേതായ റീസൺസ് ഉണ്ടായിരിക്കാം. നമ്മൾക്ക് ചിലപ്പോ ആ ഒരു റീസൺ കൊണ്ട് പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും പ്രഷർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില വാർണിങ്സും അല്ലെങ്കിൽ ചില വഴക്കുകൾക്കെല്ലാം കിട്ടുമ്പോൾ നമ്മൾ എന്ത് വെച്ചു, നമ്മുടെ ആ ഉള്ളിൽ കിടക്കുന്ന ആ പെയിൻ ഒന്നുകൂടി വർദ്ധിക്കും. കാരണം നമ്മളുടെ കാരണം ഇതാണ്. പക്ഷെ കാരണങ്ങളൊന്നും ഒരു ഓർഗനൈസേഷനിൽ നടത്തിയിട്ട് കാര്യമില്ല, ഇതിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ വളരെ തക്കതായ ചില എമർജൻസി സിറ്റുവേഷൻ, ചില ബസ് കിട്ടിയില്ല എന്ന് പറയുന്നതോ, ഞാൻ എത്തിയപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്നതോ ഒന്നും ഇറ്റ്സ് നോട്ട് എ പർട്ടിക്കുലർ റീസൺ അല്ലെ. അതൊക്കെ ആവശ്യമില്ലാത്ത റീസൺസ് ആണ്. അപ്പോ നമുക്ക് എന്ത് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനേജ്മെന്റ് ഡിസിപ്ലിനറി ആക്ഷൻ നമുക്കെതിരെ എടുക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് ബിറ്റർനെസ്. അത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു ഭയങ്കര വേദന, നൊമ്പരം ഒക്കെ അല്ലെ, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ഉള്ളില്. പിന്നെ ആ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ മനസ്സിലാക്കുന്നത് തന്നെയായിരിക്കും. അങ്ങനെയല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലാതെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാത്രം വൈകി അവിടെ എത്തുന്നു, അപ്പൊ നമ്മളോട് ആരെങ്കിലും ഇതുപോലെ ഇച്ചിരി കടുത്ത് സംസാരിക്കുന്നു, എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത്രയും വൈകി വരുന്നത് എന്ന എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വേദനാജനകമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അത് അവിടെ കിടക്കും കുറെ നാളത്തേക്ക്. വേറെ ഏതെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് വേറെ അതിനേക്കാൾ ദുഃഖകരമായ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് വരെ അതൊരു സങ്കടമായിട്ട് ചിലപ്പോൾ അവിടെ കിടക്കും. സോ അപ്പൊ അത് ഒരു ഓർഗനൈസേഷന്റെ തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അത് ഓർഗനൈസേഷന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഇഫ് എനി എംപ്ലോയി ഡിസോബേസ് any of the rule or regulation of the organization, it is the part of the management to take disciplinary action against them. തീർച്ചയായിട്ടും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അപ്പോ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബിറ്റർനെസ് അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ ഒരു പെയിൻ മനസ്സിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ മേജർ ഇഷ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ അത് മനസ്സിൽ ഇങ്ങനെ കടന്നു എംപ്ലോയീസിന്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഭാരമായി മാറി അത് എന്താകും, വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങും. അതിനു വേണ്ടിയിട്ട് മാനേജേഴ്സ് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഇതിനുവേണ്ടി മാനേജേഴ്സ് ഒരു റൂള് കൊണ്ടുവരികയാണ്, വിച്ച് ഈസ് ഫോർമുലേറ്റഡ് ബൈ ഡഗ്ലസ് MC ഗ്രഗർ. അതായത് നമ്മളുടെ എന്താ പറയാ MC ഗ്രഗർ എന്ന് പറയുന്ന ഒരു ഓതർ അല്ലെങ്കിൽ ഒരാള് ഉണ്ടാക്കിയ ഒരു റൂള് ഓർഗനൈസേഷൻസ് അതിനുവേണ്ടി മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് റൂളിന്റെ പേര്? റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. സാധാരണ മീനിങ് ആണ് അതിന്. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആണ്. എന്താ സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ല കത്തുന്ന ഒരു ഇതാണ് അല്ലെ. റെഡ് ഹോട്ട് എന്ന് പറഞ്ഞാൽ നല്ല ചുവന്നിങ്ങനെ കത്തുന്നത്. അവിടെ തൊട്ടാൽ എന്ത് സംഭവിക്കും? നല്ല ചൂട് പിടിച്ച് പഴുത്ത് ചുവന്ന് കിടക്കുന്ന ഒരു സ്റ്റൗവിലേക്ക് നമ്മുടെ കൈ കൊണ്ട് ചെന്നാൽ എന്ത് സംഭവിക്കൂന്ന്? Those who touch that hot stove will get burned. നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ലേ? ഒന്ന് പറയണ്ട. അവിടെ ഒന്ന് എന്താ, ഞാൻ മ്യൂട്ട് കൊടുത്തോന്ന് എനിക്കറിയില്ല. മ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല. കേൾക്കണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ? സൗണ്ടിന് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ മ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയാം. നമ്മള് ആ റെഡ് ഹോട്ട് സ്റ്റൗവിൽ തൊട്ടാൽ what will happen? എന്ത് സംഭവിക്കും? ബേൺ ആകും. യെസ്, വി ഗെറ്റ് ബേൺസ് അല്ലെ, നമ്മുടെ കൈ കൊള്ളും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്, ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ പെരുമാറിയാൽ എന്ത് പറ്റും? അതുപോലെയാണെന്ന്. നമ്മളൊരു റെഡ് ഹോട്ട് സ്റ്റൗവില് തൊട്ടതുപോലെയാണ്. അപ്പൊ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊള്ളും അല്ലെ, അത് നമുക്ക് വേദന ഉണ്ടാക്കും, കൊള്ളും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസിപ്ലിൻ കാര്യം നമ്മൾ വയലേറ്റ് ചെയ്യാൻ അല്ലെ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഫോളോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഒരു റെഡ് ഹോട്ട് സ്റ്റൗ റൂളാണ് അവിടെ മാനേജേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അത് കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളൽ എങ്ങനെയായിരിക്കും?
നമ്മൾ ഏതെങ്കിലും ഇൻഡിസിപ്ലിൻ ആയിട്ട് പെരുമാറിയാൽ പൊള്ളൽ എന്ന് പറയുന്നത് എന്താ? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അതാണ് ആ പൊള്ളൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സ്റ്റൗവിലാണെങ്കിൽ നമ്മൾ തൊടുമ്പോൾ അവിടെ നമുക്ക് അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടി. ചുവന്ന് കത്തുന്ന ഒരു നല്ല റെഡ് കളറായി എന്താ പറയാ നന്നായിട്ട് ബേൺ ചെയ്ത് നിൽക്കുന്ന ഒരു തീയിലേക്ക് നമ്മുടെ കൈ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കത് പൊള്ളും അല്ലെ. പൊള്ളുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? പൊള്ളൂന്ന് അറിയാലോ, അത് ചുവന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് പൊള്ളൂന്ന് അറിയുന്നതോട് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ അടുത്തേക്ക് പോകാറില്ല. അതുപോലെയാണ് ഏതൊരു ഓർഗനൈസേഷനും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോൾ അത് വയലേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന് ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ മാനേജ്മെന്റ് എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേഗം തന്നെ കോഷ്യസ് ആയി നമ്മൾ ഭയങ്കര അലർട്ടായി എന്ത് ജാഗ്രത പാലിക്കും. വേണ്ട, അത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് മാനേജ്മെന്റ് നമുക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. അതാണ് എന്ത് വിളിക്കുന്നത്? റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. ഇതാണ് മാനേജേഴ്സ് ഓർഗനൈസേഷനിൽ ഡിസിപ്ലിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. ഏതാണത്? റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ വിച്ച് ഇസ് ഫോർമുലേറ്റഡ് ബൈ ആരാത് ഫോർമുലേറ്റ് ചെയ്തത്? ഡഗ്ലസ് MC ഗ്രിഗർ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഏതാ? Managers do this with the help of do this എന്ന് പറഞ്ഞാൽ do the disciplined actions. അതാണ് കേട്ടോ കാര്യം മനസ്സിലായി നിങ്ങൾക്ക് കേട്ടോ. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ഫോർമുലേറ്റഡ് ബൈ ഡഗ്ലസ് MC ഗ്രിഗർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി വേറൊരു സെന്റൻസ് കൂടി ഉണ്ട് അതിന്റെ മുകളിലത്തെ. Continuous support of subordinates is very important for effective and efficient working of managers. അത് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾ മിണ്ടാത്തത് ഇന്ന് നിങ്ങളുടെ അപർണ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. ഞാൻ കയറിയത് കൊണ്ടാണോ മിണ്ടാത്തേ? ഇടയിൽ വെച്ച് കയറിയത് കൊണ്ടാണോ? ആ, ഞാൻ വിചാരിച്ചു ഇനി എന്നെ കണ്ടത് കൊണ്ടാണോ. ഇന്ന് ടീച്ചർ വേറെയാണല്ലോ പ്രതീക്ഷിച്ചിരുന്നത്. മിസ്സിന്റെ മിസ് ഇന്ന് എന്താ പറയാ ഹാഫ് ഡേ ലീവാണ്. മോർണിംഗിൽ ഒരു എക്സാം എഴുതാൻ പോയിക്കണം. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കയറിയതാണ്. ചിലപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് വേണ്ടി അടുത്ത ആഴ്ച വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് എടുക്കാന്ന് പറഞ്ഞിട്ട് കയറിയത്. നമ്മളൊരു ക്ലാസ് വെറുതെ മിസ്സാവണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഒരു ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? അടുത്തത് then an employee violates. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ബട്ട് വേണ്ട കേട്ടോ, ബട്ട് വേണ്ട. അല്ലാതെ ബാക്കി വരുന്ന ഭാഗം when an employee violates the rule, disciplinary actions taken by the managers against such employee rights give him pain and generate bitterness. മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദന, ഒരു തരം ഒരു bitterness എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു തരം അവസ്ഥ, മാനസികമായിട്ടുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അതാണ് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ദെൻ രണ്ട് സെന്റൻസ് പ്ലസ് ഈ പറഞ്ഞ MC ഗ്രിഗോറിന്റെ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റൗ റൂളാണ്. ഇനി ഇതിന്റെ കുറച്ച് തത്വങ്ങൾ, ഈ ഒരു റെഡ് ഹോട്ട് സ്റ്റൗ റൂളിന്റെ ചില പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. എന്താ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള നടപടിയാണ് കേട്ടോ. അതായത് നമ്മൾ റെഡ് ഹോട്ട് സ്റ്റൗവിനെ തൊട്ടാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടല്ല കൈ പൊള്ളുന്നേ, ആണോ? ആ തൊടുന്ന അതേ മൊമെന്റിൽ അതേ മാത്രയിൽ നമുക്ക് കൈ കൊള്ളും. അതുപോലെ ആയിരിക്കണം. അതാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ആക്ഷൻ എടുക്കണേ. അതാണെന്ന് ആളുകളുടെ മനസ്സിൽ ഉണ്ടാകണം. എംപ്ലോയീസിന് അങ്ങനെ ഒരു ബോധ്യം, അങ്ങനെ ഒരു അവയർനെസ് കാണണം. എന്താണ് നമുക്കറിയാം, ഇതൊരു ഫാക്ട് ആണ്. ഏതാണ് ഫാക്ട്? റെഡ് ഹോട്ട് സ്റ്റൗവിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കൈ അന്നേരം തന്നെ പൊള്ളും. കുറച്ചു നേരം കഴിഞ്ഞിട്ടോ 5 മിനിറ്റ് കഴിഞ്ഞോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ല പൊള്ളുന്നേ, അപ്പൊ തന്നെ പൊള്ളും എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതൊരു ഫാക്ട് ആണ്. സച്ച് വേ അതുപോലെ സിമിലർ ആണ് എന്ത്? ഇഫ് എനി കൈൻഡ് ഓഫ് ഇൻഡിസിപ്ലിൻ ഈസ് ഡൺ ഓർ മെയ്ഡ് ബൈ ദ എംപ്ലോയി ഏതെങ്കിലും തരത്തില് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ചെയ്യുകയാണെങ്കിൽ ദ മാനേജേഴ്സ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗൈൻസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. ആ ഒരു എംപ്ലോയിയുടെ നേർക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ അടുത്ത ദിവസം ആവട്ടെ, അടുത്ത ആഴ്ച ആകട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും വേറൊരാൾക്ക് കൂടി അതേ ഡിസിപ്ലിൻ അല്ലാത്ത കാര്യം ചെയ്യാൻ ചിലപ്പോ എന്താകാം? പ്രേരണയാകാം, ഒരു എന്താ പറയാ ഒരു ഇതാകാം. കാരണം അവരും ചെയ്തപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ മാനേജ്മെന്റ്. അപ്പൊ പിന്നെ ഓക്കെ, നാളെ ഞാനും 10 മിനിറ്റ് വൈകിയാലൊന്നും കുഴപ്പമൊന്നുമില്ല,
ഒരു എക്സാമ്പിൾ ആണ് ഈ വൈകി വരുന്നത് ഞാൻ എപ്പോഴും പറയുന്നത്, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ്. അപ്പം അടുത്ത ആൾക്ക് ആ ഒരു ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ കൂടിയാണ് എന്ത്, ഒരാൾ ചെയ്യുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ. സോ ഇവിടെ പറയുന്നത്, ഈ റൂൾ പറയുന്നത്, റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ പറയുന്നത്, ഇഫ് എനി എംപ്ലോയി do any misconduct or indiscipline, ഏതെങ്കിലും രീതിയിൽ misconduct ചെയ്താൽ the management has to take immediate action against that particular employee. ആ എംപ്ലോയിയുടെ നേർക്ക് എന്ത് ചെയ്തോളണം, പെട്ടെന്ന് തന്നെ ആ നടപടി സ്വീകരിച്ചോളണം, ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തോളണം. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? പ്രിൻസിപ്പിൾ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾ വരാന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? അടുത്തത് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ്. വാർണിംഗ് എന്താ? വാർണിംഗ് മുന്നറിയിപ്പാണ് അല്ലെ. അതായത് നമുക്ക് അതിൽ തൊട്ട് കഴിഞ്ഞിട്ടാണോ ഇത് കൊള്ളുന്നതാന്ന് മനസ്സിലാകുന്നത്? തിരിച്ചറിവായി തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെ. ഒരു ചില കൊച്ചു കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ പറയും, കുഞ്ഞു പാവകളെയൊക്കെ ആദ്യം അവർക്ക് അറിയില്ല, ഇതിങ്ങനെ ചുവന്നിങ്ങനെ ഇരിക്കുന്ന കത്തുന്ന എന്തെങ്കിലും സാധനത്തിലേക്ക് കൊച്ചുങ്ങൾക്ക് കൈ കൊണ്ടുപോകാൻ മടിയില്ല. കാരണം എന്താ? they are not aware of what is it. അതെന്താണ്, അത് കൊള്ളും, അത് വേദനിക്കുന്നതാണ്, ചില കാര്യങ്ങൾ അവരെന്തും എടുക്കും. ഇഴഞ്ഞു പോകുന്ന ജീവികളെ പോലും അതുങ്ങൾ പിടിച്ച് വൈ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെയാണ് കേട്ടോ. ഇപ്പൊ ഇഴഞ്ഞു പോകുന്ന ജീവിയൊന്നും നമ്മുടെ വീടിന്റെ അകത്തില്ല. പണ്ട് അങ്ങനത്തെ വീടുകളല്ലല്ലോ, വീടുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ എല്ലാം കോൺക്രീറ്റഡ് ആയിട്ടുള്ള നല്ല വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടെ ഒന്നും ഇതുപോലെയുള്ള കീടൊന്നും പോകാൻ നമ്മൾ അനുവദിക്കില്ല. ബിക്കോസ് നമ്മൾ എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. പണ്ട് അങ്ങനെയൊന്നുമല്ല, അത് അവിടെ എല്ലായിടത്തും കിടക്കും. അപ്പൊ എന്താ പറയാ, നന്നായിട്ട് പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ഒക്കെ ചെയ്യാത്ത ഫ്ലോർ ഒക്കെ ആണെങ്കിൽ അതിൽ കൂടിയൊക്കെ എന്തെങ്കിലും ജീവിയായിട്ട് പോകും. വണ്ടോ കീടോ ഒക്കെ പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് സാധനമൊന്നും അവർക്കറിയില്ല. അവരതൊക്കെ എടുത്ത് വേഗം കൊണ്ടുപോകുന്നത് എവിടേക്കാ? വൈ വെക്കലാണ് അല്ലെ. എന്ത് കിട്ടിയാലും അത് നിങ്ങൾ വൈ വെക്കും. അത് നിങ്ങൾക്ക് അതോത്രേ അറിയുള്ളൂ അന്ന് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? വാങ്ങിക്കുക. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ അവർക്ക് മനസ്സിലായി. ഒരു പ്രാവശ്യം അത് ചൂട് അങ്ങനെ കുറച്ച് വളർന്നു കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാകുക. അതിൽ തൊട്ടാല് നമുക്ക് എന്താണ് ചൂട് ഉണ്ട്, അതിൽ തൊടാൻ പാടില്ല. ഇത് നമുക്കൊക്കെ അറിയാം. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവര് അവെയർ. കാരണം എന്താ? അവർക്ക് ബോധ്യം വന്നു. അവെയർ ഒക്കെ എന്തിനെ കുറിച്ച് അവെയർ ആകുന്നേ? about the punishment or the disciplinary action which will be taken by the managers. Management എടുക്കാൻ പോകുന്ന ആ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ആ പണിഷ്മെന്റിനെ കുറിച്ച് എന്ത് ചെയ്യും? ഓരോ എംപ്ലോയീസും ഓർമ്മ വരും. അപ്പോ എന്താണ്? അവരെന്ത് ചെയ്യുന്നില്ല, അതില് പോയി തൊടുന്നില്ല. തൊട്ട് കഴിഞ്ഞിട്ടല്ല നമുക്ക് ബേൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ തൊടുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പോകുന്ന ഓരോ സമയത്തും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, അയ്യോ പണിഷ്മെന്റ് ഉണ്ട്. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാനേജ്മെന്റ് പണിഷ്മെന്റ് ഉണ്ട് എന്നുള്ള വാർണിംഗ് ആണ്. ഇതൊരു വാർണിംഗ് ആണ്. അപ്പൊ ഈ റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. വാർണിംഗ് എന്ന പ്രിൻസിപ്പിളിലും നമ്മുടെ റെഡ് ഹോട്ട് സ്റ്റവ് ആക്ഷൻ അല്ലെങ്കിൽ റൂള് ബാധകമാണ്. ക്ലിയർ ആയോ? പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് മനസ്സിലായോ? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. മറ്റേത് ആ പണിഷ്മെന്റിനെ കുറിച്ചുള്ള ഒരു വാർണിംഗ് ആ എംപ്ലോയീസിന്റെ അവയർനെസ്സിൽ ഉണ്ടായിരിക്കുക. രണ്ട് കാര്യം മനസ്സിലായെന്ന് നോക്കിയേ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടാ. ആ എല്ലാത്തിലേ രണ്ടാമത്തെ സെന്റൻസ് അക്ഷയ, as soon as any kind of ഒന്നാമത്തെ പ്രിൻസിപ്പിളില്ലേ ഇമീഡിയറ്റ് ആക്ഷന്റെ രണ്ടാമത്തെ സെന്റൻസ് എല്ലാത്തിലും മിക്കതും രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വരും. സിമിലർലി എന്നുള്ള വേർഡ് മാറ്റിയിട്ട് as soon as any kind of misconduct is done by the employee, the manager should take immediate action എന്നുള്ളത് അതൊരു സെന്റൻസ്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗിലും അതുപോലെ തന്നെ സിമിലർലി മാറ്റി വെച്ചിട്ട് all the employees should be aware of the punishment. വരാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചുള്ള ബോധ്യം ഓരോ എംപ്ലോയീസിനും ഉണ്ടാകണം. എങ്ങനെ? ബിഫോർ വയലേറ്റിംഗ് എനി റൂൾ. ആ റൂള് വയലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ബോധ്യം മനസ്സിലേക്ക് വരണോട്ടാ. അത് ചെയ്തു കഴിഞ്ഞിട്ടല്ല അയ്യോ പണിഷ്മെന്റ് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് നോക്കിയിരിക്കണ്ടേ. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 2 പോയിന്റും അടയാളപ്പെടുത്താൻ പറഞ്ഞതും ഓക്കെയാണോ? ഓക്കെയാണ് മാം. യെസ്. സോ നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിപരം. അതായത് ചില ആളുകളോട്
പ്രത്യേക പരിഗണന. ചിലപ്പോൾ നമുക്ക് പേഴ്സണലി അവരോട് കുറച്ചൊരു റിലേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹം, അഫെക്ഷൻ, എന്ത് കുട്ടത്തിലാവട്ടെ, അങ്ങനെ ഒരു പ്രത്യേക ഏതെങ്കിലും അടുപ്പം ഉള്ള ആളുകൾക്ക് ഒരു രീതി. നമ്മൾ വേറെ അങ്ങനത്തെ എന്താ പറയാ മെന്റലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടുപ്പമൊന്നും ഇല്ലാത്ത ആളുകളോട് എംപ്ലോയീസിന് വേറൊരു രീതി. അങ്ങനെ പാടില്ല. ഇംപേഴ്സണൽ, അവിടെ ഇംപേഴ്സണൽ ആയിട്ടായിരിക്കണം ഈ റൂള് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്കോ മറ്റ് റിലേഷൻസിനോ അവിടെ ഒരു സ്ഥാനവും ഇല്ല. അത് പറയുന്നത്, ആ പ്രിൻസിപ്പിൾ പറയുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹൂ ടച്ച്. അവിടെ നമ്മൾ നോക്കിയേ, ഞാനിപ്പോ ഒരു നല്ല കത്തി ജ്വലിച്ച് നല്ല ചുവന്ന് നിൽക്കുന്ന സ്റ്റവ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വിറകോ കൊള്ളിയോ അതൊക്കെ അടുപ്പിൽ ഇങ്ങനെ പഴുത്ത് ചുമന്നിരിക്കുകയാണ്. നമുക്കറിയാലോ, കത്തിക്കഴിയുമ്പോ നന്നായി കത്തിക്കഴിയുമ്പോ ആ ഒരു സ്റ്റവിന്റെ ആണെങ്കിൽ എന്താ പറയാ ബർണർ നന്നായി ചുവന്നിരിക്കും. കണ്ടിട്ടുണ്ടോ? നോക്കാറില്ലേ നമ്മള്? നന്നായിട്ട് ബേൺ ചെയ്തിട്ടാണെങ്കിൽ കുറെ അധികം നേരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റവ് ആണെങ്കിൽ അതിന്റെ ആ ബർണറിന്റെ അവിടെ റെഡ് കളറായിട്ട് ഇരിക്കും, ചൂട് പിടിച്ച് പഴുത്തിരിക്കും അല്ലെ. അപ്പൊ അതങ്ങനെ ആ ഇരിക്കുന്ന സമയത്ത് അത് നമ്മൾ ചെന്നോടാണ്. അത് ഞാൻ തൊട്ടാലും വേറെ ആൾ തൊട്ടാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊള്ളും ആണല്ലോ. അവിടെ സ്റ്റവ് നോക്കുന്നില്ല, അയ്യോ എനിക്ക് പ്രിയപ്പെട്ട ആളാണല്ലോ എന്നെ തൊടുന്നത്, അപ്പൊ അതുകൊണ്ട് ആ ചൂട് മാറ്റി ഒന്ന് തണുപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നില്ല സ്റ്റവ്. മറ്റൊരാൾ തൊട്ടാല് അയ്യോ എനിക്ക് ഇച്ചിരി വെറുപ്പൊക്കെയുള്ള ആളാണ്, അവൻ തൊട്ടെ, അവൻ നന്നായിട്ട് പൊള്ളിക്കണം. അങ്ങനെയില്ല. ഹോട്ട് സ്റ്റവ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ തൊട്ടാലും വിൽ ബി ദ സെയിം ഇഫക്ട്. എല്ലാവർക്കും എന്താണ് ഒരേ ഇഫക്റ്റ് ആണ്, എല്ലാവർക്കും അത് കൊള്ളും. അതുപോലെ റെഡ് ഹോട്ട് സ്റ്റൗ പോലെ തന്നെ എന്താണ് നമ്മുടെ ഇവിടെ ഓർഗനൈസേഷനിൽ ആരൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്താലും, ഡിസിപ്ലിനറി അല്ലാത്ത കാര്യങ്ങൾ ചെയ്താലും ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ഓൾ ദ എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. കാരണം റെഡ് ഹോട്ട് സ്റ്റൗമേ ആര് തൊട്ടാലും കൊള്ളുമല്ലോ, അതുപോലെ തന്നെ വേണം എന്ത്, ആര് തെറ്റ് കാണിച്ചാലും ആര് ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറിയാലും, ഞാൻ ചെയ്തോ, ഞാൻ വൈകി വന്നു, എനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കുന്നു, അടുത്ത ദിവസം വേറെ ആൾ വൈകുന്നു, അവർക്കും അതേ ആക്ഷൻ തന്നെ എടുക്കണം. കാരണം ആൾ ഇന്നലെ വന്നപ്പോ ഇയാളോട് പറഞ്ഞു, വാൺ ചെയ്തു, അപ്പൊ മറ്റുള്ളവർക്ക് കൂടി അതൊരു വാണിംഗ് ആണ്, ഇതുപോലെ വൈകാൻ പാടില്ല. അപ്പൊ അവർക്കെതിരെ എന്ത് ആക്ഷൻ ആണ് എടുത്ത് നെക്സ്റ്റ് ഡേ വേറൊരാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ വേറൊരാൾ ചെയ്യുമ്പോൾ അതേ ആക്ഷൻ എടുക്കുക. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ഷുഡ് ബി ഈക്വൽ ജഡ്ജ്മെന്റ് ടു ഓൾ ദ എംപ്ലോയീസ്. എല്ലാവർക്കും ഒരേ രീതിയിൽ വിധിക്കുക. ജഡ്ജ്മെന്റ് എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം. അല്ലാണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങളോ സ്നേഹമോ അതൊന്നും ഇവിടെ ബാധിക്കാൻ പാടില്ല. അല്ലാണ്ട് ഞാനിപ്പോ വൈകി വന്നു, എന്നോട് ഈ രീതിയിൽ കാണിച്ചു, മറ്റൊരാൾ വൈകി വന്നു, അവരോട് ഇനി നാളെ എന്താ പറയാ ഇത് ആവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് മാത്രം പറഞ്ഞു വിടുന്നു, എനിക്കെതിരെ വേറെ വലിയൊരു ആക്ഷൻ എടുത്തു, നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു ദിവസത്തെ സാലറി കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. കണ്ടോ? അപ്പൊ രണ്ടും തമ്മിൽ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആയി അല്ലെ, വിവേചനായി. അത് പാടില്ല. ഈക്വൽ ജഡ്ജ്മെന്റ് ആയിരിക്കാം ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ. ക്ലിയർ ആണോ? അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. മനസ്സിലായോ? The red hot stove does not see who is touching it. സ്റ്റൗ നോക്കുന്നില്ല ആരാണ് തന്നെ തൊടുന്നത് അല്ലെ. റെഡ് ഹോട്ട് സ്റ്റൗ മനസ്സിലാക്കുന്നില്ല എന്നെ തൊടുന്നത് ആരാണെന്ന്, എല്ലാവരെയും അത് തൊട്ടാൽ പൊള്ളിക്കും. അതുപോലെ in the same way എന്ന് വേണ്ട, the disciplinary actions should be equal for all employees. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത സെന്റൻസും the manager must show equal level of judgment to all employees. അതാണ് equal for all employees. അതാണ് impersonality എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, ക്ലിയർ ആയോ? ഓരോന്നിനും ഓരോ സാധനം നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ടാ. ഒന്നാമത്തെ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇമ്മീഡിയറ്റ് ആക്ഷൻ. ആ വേർഡ് ഓർത്താൽ മതി, ആ ഒരു ഫ്രേസ് ഓർത്താൽ മതി. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം മാനേജ്മെന്റ്. ആര് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറിയാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. ആ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ അകത്ത് വരുന്ന മെയിൻ കാര്യം. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ്. അപ്പൊ അതിനകത്ത് മെയിൻ ക്ലോസ് ഏതാണെന്നറിയോ? അവെയർ ഓഫ് ദ പണിഷ്മെന്റ്സ്. എംപ്ലോയീസിന് ബോധ്യം, അല്ലെങ്കിൽ എന്താ പറയാ, അവര് ആലോചിച്ചോളണം ആ പണിഷ്മെന്റ് ഉണ്ടാകും ഇൻഡിസിപ്ലിൻഡ് ആയാൽ എന്നുള്ളത് കേട്ടോ. അപ്പൊ അവെയർ ഓഫ് പണിഷ്മെന്റ് ആ ഭാഗം. ഓക്കെ, അടുത്തതില് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ. എന്താ? ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ഓൾ എംപ്ലോയീസ്. അതാണ് ഈക്വൽ. ആ വേർഡാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. അത് ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഓരോ പ്രിൻസിപ്പിളിന് ഓരോ പ്രത്യേക ക്ലോസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫ്രേസ് അവിടെ ഉണ്ട്, നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന്. ക്ലിയർ ആയോ പറയുന്നത്? പഠിക്കാനുള്ള എളുപ്പത്തിൽ പറഞ്ഞു തന്ന കാര്യമാണത്. ഓക്കെ, യെസ്.
Then the fourth principle. അടുത്ത പ്രിൻസിപ്പിൾ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ വീണ്ടും പറയാണ്, റെഡ് ഹോട്ട് സ്റ്റൗവില് തൊട്ട് കഴിഞ്ഞാൽ ആരുടെ കൈയായാലും പൊള്ളും. അവിടെ ഒരാളുടെയും ഒരു വ്യത്യാസവും ഇല്ലാതെ പൊള്ളും. സോ ലൈക്ക്വൈസ് അതുപോലെ തന്നെ റെഡ് ഹോട്ട് സ്റ്റൗ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പോൾ ആ റൂൾ പറയുന്നത്, ഇഫ് എനി മാൻ ഓർ എംപ്ലോയി കണ്ടക്ട്സ് എനി മിസ്കണ്ടക്ട്, the disciplinary action should be consistent for all employees. എല്ലാവർക്കും ഒരുപോലത്തെ ശിക്ഷ അങ്ങോട്ട് കൊടുക്കുക. Whether they do not consider whether they are male or female. കണ്ടോ, അതിന്റെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, അങ്ങനെ പറയാനേ പാടില്ല. ഓക്കെ, സ്ത്രീ പുരുഷൻ ഒന്നും. അപ്പൊ ആ ഒരു വിവേചനം ഇല്ലാതെ തന്നെ ഇമ്പോസ് ചെയ്യുന്ന പണിഷ്മെന്റ് ഒരുപോലെ ആയിരിക്കും. സ്ത്രീകള് ഇന്ന തെറ്റ് ചെയ്തു, അവർക്ക് ഇന്നൊരു പണിഷ്മെന്റ് കൊടുത്തു, അത് പുരുഷനായാലും സെയിം പണിഷ്മെന്റ്. അത് പുരുഷന്മാർ കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഫിസിക്കലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ശിക്ഷയും സ്ത്രീകൾക്ക് ചെറിയ ശിക്ഷയും അതൊന്നും പാടില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരേപോലെയുള്ള ഒരു പണിഷ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, മെയിൽ എന്നോ ഫീമെയിൽ എന്നോ കൺസിഡർ ചെയ്യാതെ ഷുഡ് ഹാവ് ടു ഇമ്പോസ് ദ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പർട്ടിക്കുലർ വേർഡ് എന്താണെന്ന് അറിയാമോ? വയലേറ്റർ ഇഫ് ദേ ആർ മെയിൽ ഓർ ഫീമെയിൽ. ലംഘനം ചെയ്യുന്ന ആള് സ്ത്രീയോ പുരുഷനോ ആകട്ടെ, ആരാണെങ്കിലും സെയിം പണിഷ്മെന്റ്. സോ ദ ലാസ്റ്റ് സെന്റൻസ് ആണ് നിങ്ങളുടെ അണ്ടർലൈൻ ചെയ്യേണ്ടത്. മാനേജേഴ്സ് ഷുഡ് ഇമ്പോസ് ദ സെയിം പണിഷ്മെന്റ് ഫോർ എവറിബഡി റിഗാർഡ്ലെസ് ഓഫ് ദ ഫാക്ട് വെദർ ദ വയലേറ്റർ ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ. സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ലംഘിക്കുന്നത്, അങ്ങനെ കൊടുക്കുമ്പോ അവരെ ആരാണെന്ന് പരിഗണിക്കാതെ, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഗവനിക്കാതെ പണിഷ്മെന്റ് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോസ് ചെയ്യണം മാനേജേഴ്സ് എന്നാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂള് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായ? എത്ര പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു? 4 റെഡ് ഹോട്ട് സ്റ്റൗ പ്രിൻസിപ്പിൾസ് ആണ് ഇത്രയും നേരം കൊണ്ട് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു പ്രിൻസിപ്പിൾ? ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി, ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. 4 മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തതാണ് ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതായത് ആരെങ്കിലും ഒക്കെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസേഷനിൽ പെരുമാറിയാൽ അത്തരം എംപ്ലോയീസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ദ മാനേജേഴ്സ് വിൽ ടേക്ക് ആക്ഷൻസ്. അത് എന്തായാലും ഉണ്ടാകും. ഇറ്റ് വിൽ ബി ഇൻ എ സിസ്റ്റമാറ്റിക്, അതൊരു പ്രത്യേക രീതിയിൽ. അത്തരം ഡിസിപ്ലിനറി ആക്ഷൻ ഓർ ഡിസിപ്ലിനറി പൊസിഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനത്തോടെ ആയിരിക്കണം എംപ്ലോയർ, അതായത് മാനേജ്മെന്റ് എന്ത് ചെയ്യേണ്ടത്, ആ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യം ഓർഗനൈസേഷനിൽ എവിടെയാണോ, ഏത് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഇൻഡിസിപ്ലിൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് അതിനെ ഒരു പ്രത്യേക രീതിയിലാണ് സമീപിക്കേണ്ടത്, എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിസിപ്ലിൻ, എല്ലാ കൈൻഡ്സ് ഓഫ് ഡിസിപ്ലിനും പെടും. അതുപോലെ തന്നെ ദ പ്രസന്റേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് വാർണിംഗ്സ്. അവർക്കിപ്പോ ചിലപ്പോൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് വാർണിംഗ്, ഏത് രീതിയിലാണ് കൊടുത്തേക്കണേ, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇത് എഗൻസ്റ്റ് റൂൾ ആണ്, അങ്ങനെയുള്ളത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ എന്താ, ഇന്നത് പാടില്ല, ചിലപ്പോൾ അരുതാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറില്ലേ. ഇപ്പൊ ഉദാഹരണം, വൈൽ ഡ്യൂട്ടി ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ് എന്നൊരു വാർണിംഗ് അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ, അപ്പൊ അവിടെ നമ്മൾ ആ വർക്ക് പ്ലേസിന്റെ അകത്ത് ഇങ്ങനെ ഒരു വാർണിംഗ് എഴുതി വെച്ചിരിക്കുകയാണ്. അതൊരു വാർണിംഗ് ആണ്. എന്താ, ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും. അപ്പൊ പറയും, അയ്യോ ഇത് മൊബൈൽ ഫോണൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമല്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നടക്കും എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടും. പക്ഷെ അങ്ങനെയും ഉണ്ട് ഓർഗനൈസേഷനിൽ. നമ്മൾ ഡേ ടൈമിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമില് വി ആർ നോട്ട് എന്താ പറയാ not to use that particular അത്തരം മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നറിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഹോസ്പിറ്റൽസിൽ അവിടെ നഴ്സുമാർക്കൊക്കെ അവരുടെ ഡ്യൂട്ടി ടൈമിൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, ചില ഡ്യൂട്ടിക്കൊക്കെ കയറുന്നതിന് മുമ്പ് ചില സ്ഥലത്ത് അത് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും ചിലപ്പോൾ അത് കൊടുക്കുക. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, ചിലപ്പോൾ എമർജൻസി ആയിട്ടുള്ള കോൾസ് ഒക്കെ ചിലപ്പോൾ അവിടുത്തെ റിസപ്ഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഒരു ഇത്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പല ഓർഗനൈസേഷൻസിലും ഉണ്ട്. അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വാർണിംഗ് അവിടെ ഉണ്ടെങ്കിൽ അത്
തെറ്റിച്ചാൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾ. അത് വാണിങ്ങിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മൊബൈൽ ഫോൺസ് നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചേക്കണം. അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞു വെറുതെ ഇരിക്കുകയാണ്, എന്താ കുറച്ചു നേരം ഫോൺ നോക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കണ്ടാലോ അല്ലെങ്കിൽ മറ്റ് സൂപ്പർവൈസേഴ്സോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ then it is communicated to the management. അവരത് കണ്ടു മാനേജ്മെന്റിനെ അറിയിക്കുന്നു, ഇത്ര സമയമായിട്ട് ആള് അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഇന്ന ആൾക്കാർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആള് ഉപയോഗിക്കുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ എന്ത് പറ്റും? അത് അവരുടെ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ട ആക്ഷൻ എടുക്കാം, മാനേജ്മെന്റിന് എടുക്കാം. ഓക്കെ, അപ്പൊ എംപ്ലോയർ ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് എന്ത് ചെയ്യേണ്ടത്, തന്റെ ഡിസിപ്ലിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വാർണിംഗ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്റർവ്യൂസ് അതിന് വേണ്ടിയിട്ടൊക്കെ നടത്തും. അപ്പൊ അങ്ങനെയുള്ളത് എങ്ങനെയാണ് ഇന്റർവ്യൂസിൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? നമ്മളൊരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ചെന്നിരിക്കുകയാണ്. ഒരു ഇന്റർവ്യൂവിന് ഒരു എംപ്ലോയി ചെല്ലുകയാണ്, എംപ്ലോയി അല്ല ഒരു ആള് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ചെന്നതാണ്. ഇന്റർവ്യൂവിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, വേ ഓഫ് ടോക്കിംഗ്, അല്ലെ, ബിഹേവിയർ, അവിടെ നമ്മൾ കാഴ്ചവെക്കേണ്ട ചില പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. ഒരു ഇന്റർവ്യൂവിന് നമുക്ക് തോന്നിയ പോലെ ചെന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്റർവ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ചെന്നാലോ, നല്ല മുടിയൊക്കെ രീതി ഒതുക്കിയൊക്കെ വെച്ച്, അല്ലെ, വെൽ ഡ്രസ്ഡ് ആയിട്ട്, അല്ലെ, കുറച്ച് ഒരു ഇത്തിരി നല്ല ഒരു എന്താ പറയാ ഡിസിപ്ലിൻഡ് ലുക്കിലാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് ചെല്ലേണ്ടത്. മുടി പടഞ്ഞ് എവിടെ നിന്നാളൊക്കെ നിർത്തി കൂട്ടി സമയത്തിന് എത്തിയില്ല, അത് അവിടെ ചെന്നപ്പോഴേക്കും മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആയി കിടക്കുന്നു, അയാൾക്ക് മുഖത്തേക്കും ആളുടെ മുഖം തന്നെ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നാൽ ഇതൊക്കെ ഇന്റർവ്യൂവിന്റെ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ടൈം ഡ്യൂറേഷൻ, ഓരോ കാര്യങ്ങൾക്കുള്ള ടൈം, പിന്നെ എന്താ പറയാ ഈ ഡിസിപ്ലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ചെയ്തപ്പോ അത് എന്തൊക്കെയാണ് ചെയ്തത്, അതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, പിന്നെ അതെങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് അവകാശത്തിന് വേണ്ടി അപ്പീൽ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ആ ഒരു ഡിസിപ്ലിനറി ആക്ഷൻസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അക്കോർഡിംഗ് ടു മൈക്കൽ ജെ ജൂസിയസ്, നമ്മൾ നേരത്തെയും ഈ ഒരു ആളുടെ കാര്യം ഒരു ഡെഫിനിഷൻ പഠിച്ചതാണ് കേട്ടോ, നേരത്തെ പഠിച്ചതാണ്. ഇത് ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ചിട്ട് മൈക്കൽ ജെ ജൂസിയസ് പറയുന്നതാണ്. ഡിസിപ്ലിനറി ആക്ഷൻ മീൻസ് ദ സ്റ്റെപ്സ് ടേക്കൺ ഓൺ disobedience of an order and to remove the reasons of such a disobedience. എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്റ്റെപ്സ് ടേക്കൺ. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഡർ, ഒരു റൂള് ഡിസൊബീഡിയന്റ് ചെയ്തു, എന്താ പറഞ്ഞ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം. ഡിസൊബേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അനുസരണക്കേട്. അതായത് നമ്മളത് അനുസരിക്കാതെ, ആ ഒരു റൂള് അല്ലെങ്കിൽ പ്രൊസീജിയർ അനുസരിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ അതിനെതിരെ എടുക്കുന്ന സ്റ്റെപ്സ്. അത് മാത്രമല്ല, ടു റിമൂവ് സച്ച് റീസൺസ് ഓഫ് ഡിസൊബീഡിയൻസ്, ഏതെങ്കിലും തരത്തിലുള്ള അനുസരണക്കേട് കാണിച്ചു എന്നിട്ട് അതിന്റെ കുറെ കാരണങ്ങളൊക്കെ നമ്മൾ നിരത്തുകയാണ്, അതൊക്കെ റിമൂവ് ചെയ്യുക. നമ്മൾ നമ്മളുടേതായ എക്സ്ക്യൂസ് പറയുമല്ലോ, നമ്മൾ എന്തുകൊണ്ട് അത് ഡിസൊബേ ചെയ്തു, നമുക്ക് അതിന് കാരണങ്ങളൊക്കെ പിടിച്ചു നിരത്തും. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ നികത്തി അത്തരം ഡിസൊബീഡിയന്റ് ആയിട്ട് നമ്മൾ പെരുമാറിയെങ്കിൽ അതിനെ എടുക്കുന്ന സ്റ്റെപ്സ്, അതിനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്നാണ് മൈക്കൽ ജെ ജൂസിയസ് പറയുന്നത്. എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് ചോദിച്ച് നമ്മുടെ മൈക്കൽ ജെ ജൂസിയസിന്റെ ഡെഫിനിഷൻ ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. Disciplinary action means the steps taken on disobedience of an order and to remove the reasons of such a disobedience. Underline ചെയ്യണം. ഡെഫിനിഷൻസ് ഒക്കെ ഓരോരുത്തരുടെയും ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ടത് അത് മാത്രം മതി, ആ ഒരു ഡെഫിനിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അടുത്തതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആ ഓരോ പോയിന്റിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ? അതിനെതിരെ എടുക്കുന്ന ആക്ഷൻസ് ഇല്ലേ, അതിനെയാണല്ലോ മൈക്കൽ ജെ ജൂസിയസ് പറഞ്ഞിരിക്കുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞല്ലോ ചില നടപടികൾ സ്വീകരിക്കും. അപ്പൊ ആ നടപടികൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ജൂസിയസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെഫിനിഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് ചില നടപടികളാണ്. എന്തിന്? ആരെങ്കിലും ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ കുറെ കാര്യകാരണങ്ങൾ സഹിതം വിശദമാക്കുന്നു, ഇതൊക്കെ ഇല്ലാതാക്കുക, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക, അതിനുവേണ്ടി നടത്തുന്ന ചില പ്രധാന നടപടികൾ, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഡിസിപ്ലിനറി ആക്ഷൻസിൽ വരിക എന്ന് നമുക്ക് നോക്കാം. There are several steps in disciplinary procedure. എന്തൊക്കെയാണത്? ഒന്നാമത്തെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓർ പ്രിലിമിനറി എക്സാമിനേഷൻ. എന്താണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ?
പ്രാഥമിക നടപടികൾ അല്ലെ, പ്രാഥമികമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കും പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയി ഇഫ് ഹി ഡസ് എനി മിസ്കണ്ടക്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഡിസിപ്ലിൻ ചെയ്തു അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് ആരെങ്കിലും പറഞ്ഞറിയോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് കണ്ട മാത്രയില്ല, അല്ലെങ്കിൽ തന്നിലേക്ക് ആ ഒരു കാര്യം ആരെങ്കിലും വന്ന് പറഞ്ഞപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ അതേ ഈ മാത്രയിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞു. റെഡ് ഹോട്ട് സ്റ്റൗവില് തൊടുമ്പോ തന്നെ കൊള്ളുന്നത് പോലെ ഡിസിപ്ലിനറി ആക്ഷൻ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. പക്ഷേ എങ്കിലും അങ്ങനെ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു എന്താ പറയാ, നമ്മളുടെ ഈ എംപ്ലോയിക്ക് അതൊരു മിസ്കണ്ടക്ട് താൻ ചെയ്തു എന്നുള്ളത് അത് കൺഫേം ചെയ്യാനായിട്ടുള്ളത്, എന്ന് വെച്ചാൽ അത് ശരിയാണ് താൻ ചെയ്തു അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് ചിലപ്പോ എന്തെങ്കിലും പറയാനോ കാര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നത് വരെ, അത് കൺഫേം ചെയ്യുന്നത് വരെ മാനേജ്മെന്റ് ഈസ് നോട്ട് അലൗഡ് ടു ടേക്ക് എനി ഡിസിപ്ലിനറി ആക്ഷൻ. അതാണ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ചില അധികാരികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തിന്, ആള് ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ അത് അറിഞ്ഞോ ചെയ്താണോ അല്ലെങ്കിൽ ആള് തന്നെയാണോ ചെയ്തത് എന്നൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് മനസ്സിലാക്കണം. ഓക്കെ, അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ അവരെ അത് അറിയിക്കുക, അതെ ഇന്ന ആള് അത് ശരിയാണോ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തണം. ഓക്കെ, അപ്പൊ ഈ അന്വേഷണം നടത്തുന്നതിന് പ്രധാനമായിട്ടും മെയിൻ എയിം ഓഫ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ടു കൺഫേം, അത് കൺഫേം ചെയ്യാനാണ് വെദർ എനി വയലേഷൻ ഹാസ് ബീൻ കണ്ടക്ടഡ്, ആള് അത് തെറ്റിച്ചിട്ടുണ്ടോ, ആ നിയമം തെറ്റിച്ചാണോ ചെയ്തേ എന്ന് മനസ്സിലാക്കാനും മാത്രമല്ല ടു ഫൈൻഡ് ഔട്ട് ദ സിവിയറിറ്റി ഓഫ് ദാറ്റ് വയലേഷൻ, ആ ലംഘനത്തിന്റെ എത്രത്തോളം ഗാഢത, എത്രത്തോളം തീവ്രത ആ ഒരു തെറ്റിച്ചേക്കണ റൂളിന് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് മാനേജ്മെന്റ് അറിഞ്ഞു, അപ്പൊ ഒന്ന് അവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, ആരെങ്കിലും വിട്ടിട്ട് അന്വേഷിപ്പിക്കുന്നു. ഒന്നവർക്ക് ഞാൻ അത് ചെയ്തത് ശരിയാണോ എന്ന്, അതായത് ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലേ കൺഫേം ആക്കാൻ വേണ്ടിയോ, പിന്നെ മാത്രമല്ല രണ്ടാമത്തേത് എത്രത്തോളം എന്താ പറയാ ആഴമേറിയ ഗാഢതയേറിയ ആ ഒരു വയലേഷൻ ആണ് ഞാൻ ചെയ്തത് എന്ന്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയത്. സോ ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സിവിയറിറ്റി ഓഫ് വയലേഷൻ, ആ ഞാൻ ലംഘിച്ചിരിക്കുന്ന ആ റൂള് എന്ന് പറയുന്നതിന്റെ തീവ്രതയും കാഠിന്യവും ഒക്കെ മനസ്സിലാക്കി അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ശിക്ഷാ നടപടികൾ തരുക, എംപ്ലോയീസിന്റെ എതിരെ ശിക്ഷാ നടപടികൾ തരിക. അപ്പൊ ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്യാം, they can either warn the employee, ആ എംപ്ലോയിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, വാൺ ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കാം, മുന്നറിയിപ്പ് അല്ലെ, ഇനി അത് തെറ്റാണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആ വാൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു എംപ്ലോയിക്ക്, ആ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള എംപ്ലോയിക്ക് അവർ നിയമം തെറ്റിച്ചു എന്ന പേരിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ചാർജ് ഷീറ്റ്. ആ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് ചെറിയ ചെറിയ വയലേഷൻ ഓഫ് റൂൾസ് ആണെങ്കിലാണ് കേട്ടോ, ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ. ഇനി അതല്ല വലിയ മേജർ ആയിട്ടുള്ള റൂൾസ് ആണ് തെറ്റിച്ചിരിക്കുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആക്ഷൻസ് എന്ത് ചെയ്യാം, നല്ല എന്താ പറയാ കുറച്ച് കഠിനമേറിയ ചില ആക്ഷൻസ് വേണമെങ്കിൽ എടുക്കാം. ആ കഠിനമായ ആക്ഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ടെർമിനേഷൻ ഓഫ് ദ സർവീസസിലേക്ക് വരെ എത്താം. എന്താ ടെർമിനേഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിരിച്ചുവിടൽ വരെ നടത്തുന്നു, മനസ്സിലായോ? അതുവരെയുള്ള ചില നിയമങ്ങൾ തെറ്റിച്ചാൽ ചിലപ്പോൾ ആൾക്കാരെ പിരിച്ചുവിടും. കാരണം എന്ന് വെച്ചാൽ അത് ഒട്ടും തന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തെറ്റല്ല. കുഞ്ഞു തെറ്റിപ്പോ നേരം വൈകി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നേരം വൈകി അല്ലെങ്കിൽ ഒരു ദിവസം ഇത്തിരി നേരത്തെ പോയി പറയാതെയൊക്കെ ഇറങ്ങിപ്പോയി അല്ലെ, അങ്ങനെയൊക്കെ ആകുമ്പോ അതൊക്കെ കുഞ്ഞു തെറ്റാണ്. അതിനെതിരെ വേണമെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ ഒരു ചാർജ് ഉണ്ട് കേട്ടോ, അപ്പൊ 2 ദിവസമായി നിങ്ങൾ നേരം വൈകി വരുന്നു കണ്ടോ, ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാം. ഇതൊക്കെ മൈനർ കേസസില് മൈനർ വയലേഷൻ ഓഫ് റൂൾസ് ആണെങ്കിലും, ബട്ട് ഇഫ് ഇറ്റ് ഈസ് മേജർ വയലേഷൻ ഓഫ് റൂൾ, മേജർ ആയിട്ടുള്ള ഏതെങ്കിലും റൂളാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ സച്ച് ആസ് ടെർമിനേഷൻ പോലെയുള്ള സ്ട്രിക്റ്റ് ആക്ഷൻസും മാനേജ്മെന്റിന് എടുക്കാം. ക്ലിയർ ആയോ? അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം. മാനേജ്മെന്റ് എന്താ പറയാ, ഒരു ആള് എംപ്ലോയി ഇൻഡിസിപ്ലിൻഡ് ആയെന്ന് കാണുമ്പോൾ എന്താ പറയാ, ആളുടെ ആ ഒരു ഇൻഡിസിപ്ലിനിറ്റി നമ്മൾ കൺഫേം ചെയ്യുന്നത് വരെ അവർക്കെതിരെ ഒരു ആക്ഷൻസും എടുക്കാൻ പാടുള്ളതല്ല. ഫോർ ദാറ്റ് പർപ്പസ് അതിന് വേണ്ടിയിട്ട് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്ത് ഹാവ് ടു മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ്. എന്ത് ചെയ്യണം,
ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി ഏർപ്പാടാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇൻവെസ്റ്റിഗേഷന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു കൺഫേം വെദർ ദ റൂൾ ഹാസ് ബീൻ വയലേറ്റഡ്. ആള് റൂൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനും ടു ഫൈൻഡ് ഔട്ട് ദ സിവിയറിറ്റി ഓഫ് ദ വയലേഷൻ, ആ വയലേഷന്റെ ആ ലംഘനത്തിന്റെ ഗാഢത തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് ഓർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് വയലേഷൻ, എത്രത്തോളം തീവ്രമായിട്ടുള്ള ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ ബേസിസിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് 3 ചോയ്സ് ഉണ്ട്. എന്താ? ഒന്ന് വാൺ ചെയ്യാം, ഒന്ന് ഒരു ചാർജ് ഷീറ്റ് എംപ്ലോയിക്ക് എതിരെ കൊടുക്കാം, അതല്ലെങ്കിൽ ഈവൺ എന്ത് ചെയ്യാം, സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാം, ലൈക്ക് ടെർമിനേഷൻ പോലെയുള്ള സ്ട്രിക്റ്റ് ആക്ഷൻസും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എടുക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ. ക്ലിയർ? വളരെ എല്ലാവർക്കും മനസ്സിലായല്ലോ? കുഞ്ഞു അതായത് വളരെ മനസ്സിലാവുന്ന രീതിയിലുള്ള സെന്റൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം, കുറച്ചധികം ഉണ്ട് അണ്ടർലൈൻ ചെയ്യാൻ. നോ ഡിസിപ്ലിനറി ആക്ഷൻ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. No disciplinary action can be taken by the management until they are confirmed about the misconduct done by an employee. Employee ആ ഒരു മിസ്കണ്ടക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ അല്ലെങ്കിൽ ഉറപ്പുവരുത്താതെ ഒരു രീതിയിലുള്ള ഡിസിപ്ലിനറി ആക്ഷനും മാനേജ്മെന്റ് എടുക്കാൻ പാടുള്ളതല്ല. അതാണ് സെന്റൻസിന്റെ മീനിങ്. ഓക്കെ, അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത് the main aim of preliminary investigation. The main aim of this വേണമെന്നില്ല. The main aim of preliminary investigation is to confirm whether any violation has been conducted or not and what is the severity of that violation. എത്രത്തോളം തീവ്രമായ വയലേഷൻ ആണെന്നും അത് ആള് ചെയ്തിട്ടുണ്ടോ, എന്താ പറയുക, മിസ്കണ്ടക്ട് വയലേഷൻ ആള് കണ്ടക്ട് ചെയ്തതാണോ എന്നും ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാനപ്പെട്ട എയിം, ലക്ഷ്യം. ഓക്കെ, സെന്റൻസ്. ഇനി അടുത്തത് ഡിപ്പെൻഡിങ് ഓൺ ദ സെന്റൻസ് കൊണ്ടുകൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് സിവിയറിറ്റി ഓഫ് വയലേഷൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ക്യാൻ ഐദർ വാൺ ഓർ ഗിവ് എ ചാർജ് ഷീറ്റ് ടു ദ അക്യൂസ്ഡ് ഇഫ് ദ വയലേഷൻ ഈസ് മൈനർ. മൈനർ ആണെങ്കിൽ, മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? ആള് മൈനർ ആവുന്നല്ല കേട്ടോ, തെറ്റ് ചെയ്ത ആള് മൈനർ ആവുന്നല്ല, ചെയ്തിരിക്കുന്ന തെറ്റ് മൈനർ ആണെങ്കിൽ, വളരെ കുഞ്ഞ് നിസ്സാര തെറ്റൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിച്ചേക്കണ നിയമം കുഞ്ഞിതൊക്കെ ആണെങ്കിൽ, വളരെ ചെറിയ നിസ്സാരം, അത് വലിയ തീവ്രതയേറിയതൊന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇപ്പൊ വൈകി വരുന്നു, നേരത്തെ മിണ്ടാതെ പറയാതെ പോയി, അല്ലെങ്കിൽ ഓഫീസിലെ ഡ്യൂട്ടി ടൈമിൽ എന്താ പറയാ ഡ്യൂട്ടിക്ക് ഇരിക്കാതെ ഏതെങ്കിലും മറ്റു കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കുന്നു, അല്ലെ, ഫോൺ ഉപയോഗിച്ച് നടക്കുന്നു, അതൊക്കെ കുഞ്ഞത്. അതേസമയം വലിയ മേജർ ആയിട്ടുള്ള ഓഫീസിലെ അതിന്റെ ഓർഗനൈസേഷന്റെ വല്ല പ്രോപ്പർട്ടീസിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നു, അല്ലെങ്കിൽ വല്ല ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ചില എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ, തെറ്റിക്കലും മറക്കലും ഒക്കെ ചീറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ കുറച്ചുകൂടി വലിയ മേജർ ആയിട്ടുള്ള കണക്കുകളിലൊക്കെ തെറ്റുകൾ എന്താ പറയാ കടത്തി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറച്ച് വലിയ തെറ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കോടികളുടെ തട്ടിപ്പൊക്കെ ചില ആളുകൾ ഓർഗനൈസേഷനിൽ നിന്നുകൊണ്ടൊക്കെ നടത്താറുണ്ട്, അല്ലെ, അതൊക്കെ ചിലപ്പോ എന്താണ്, അതൊക്കെ വലിയ തെറ്റാണ്. അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ളതിനൊക്കെ ടെർമിനേഷൻ വരെ പോകും. ക്ലിയർ? മനസ്സിലായോ? യെസ്. ഓക്കെ, സെക്കൻഡ് വൺ, അടുത്തത് കൂടി നമുക്ക് എടുക്കാം. ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞു, ദ ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ ഐദർ വാൺ ഓർ ഗിവ് എ ചാർജ് ഷീറ്റ് ടു ദ മിസ്കണ്ടക്ട് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി എന്തെങ്കിലും മിസ്കണ്ടക്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാം. അപ്പൊ എന്താണ് ഈ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷോ കോസ് നോട്ടീസ് ആണ്, ഒരു നോട്ടീസാണ്, കാരണം കാണിച്ചുകൊണ്ടുള്ള നോട്ടീസാണ്. ആ കാരണം കാണിക്കൽ എന്തിനായിരിക്കും, എന്തായിരിക്കും കാരണം? വിച്ച് എക്സ്പ്ലെയിൻസ് ദ മിസ്കണ്ടക്ട് ഡൺ ബൈ ദ എംപ്ലോയി. നിന്റെ പേരിൽ ഒരു കുറ്റമുണ്ട്, നീ ഇന്ന ഒരു ഡിസിപ്ലിനിന് എതിരായിട്ട് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെ, അത് ഒരു റിട്ടേൺ ഫോമിൽ എഴുതി ഇങ്ങനെ തയ്യാറാക്കി ആൾക്കൂടെ കൊടുക്കുന്നു. അതിനെയാണ് നമുക്ക് ചാർജ് ഷീറ്റ് എന്ന് പറയാം. നിന്റെ പേരില് നീ ഇന്ന ദിവസം ഇന്ന ഒരു കാര്യം തെറ്റായിട്ട് ഓർഗനൈസേഷനിൽ ചെയ്തിട്ടുണ്ട്, നിനക്കെതിരെയുള്ള ഒരു തെറ്റാണ്, അപ്പൊ അതൊരു വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു നീ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് ഒരു ഇതാണെന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് എഴുതി അങ്ങോട്ട് കൊടുക്കുന്നത്. റിട്ടേൺ ഫോമിലാണ്, അങ്ങോട്ട് പറയേണ്ടതല്ല കേട്ടോ, എഴുതിയിട്ട് കൊടുക്കുന്നു. അതിനെയാണ് നമ്മള് ചാർജ് ഷീറ്റ് എന്ന് പറയാം. ക്ലിയർ ആയോ? എന്താണ് ചാർജ് ഷീറ്റ് എന്ന് പറയാം? ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷോപ്പ് കോസ്റ്റ് നോട്ടീസ് ആണ്. അതിന്റെ അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ
നമ്മൾ പറഞ്ഞു ആഫ്റ്റർ മേക്കിംഗ് എനി പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആണോ അത് എന്നുള്ളത് ഉറപ്പുവരുത്തണം ആദ്യം തന്നെ. അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൺഫേം ദാറ്റ് എംപ്ലോയി ഹാസ് മെയ്ഡ് ദ മിസ്റ്റേക്ക്, എംപ്ലോയി അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ as soon as possible a charge sheet should be formulated. എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഒരു ചാർജ് ഷീറ്റ് ആളുടെ പേരിൽ എഴുതി തയ്യാറാക്കണം. എന്നിട്ട് അതൊരു പണിഷ്മെന്റ് ഒന്നുമല്ല, ഒരു വാർണിംഗ് ലെറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? ഷോക്കോസ് നോട്ടീസ് നിന്റെ പേരിൽ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടിട്ടുണ്ട്, അത് ഇന്ന ആള് വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആള് വഴി ഒന്നും പറയണമെന്നില്ല കേട്ടോ, സോറി, ആള് വഴി പറയണ്ട. എന്താ, നിന്റെ പേരിൽ ഇങ്ങനെ ഒരു തെറ്റ് കിട്ടുമെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ നിനക്ക് അതിന്റെ പേരിൽ ആ ഒരു മിസ്കണ്ടക്ട് ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാർജ് ഷീറ്റ് എത്രയും പെട്ടെന്ന് ആൾക്ക് കൊടുക്കുക. ഇതൊരു വാർണിംഗ് ലെറ്റർ ആണ്. വയലേറ്ററിനെ ഒന്ന് എന്താ പറയാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹി ഹാസ് ഡൺ ദ മിസ്റ്റേക്ക്, ഞാൻ തെറ്റ് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതിന്റെ കോൺസിക്വൻസസ്, നീ ആ ഒരു റൂള് വയലേറ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ഇതിന്റെ തുടർന്നടിയായിട്ട് വരും എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു റിട്ടേൺ ഒരു ഫോമാണ് ഈ പറഞ്ഞ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിഫോർ അപ്പൊ ഈ പറയുന്ന ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ വൺ തിങ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു കീപ് ഇൻ മൈൻഡ്, ഒരു കാര്യം നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ മനസ്സിലുണ്ടായിരിക്കണം. ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദ ആപ്റ്റ്നെസ് ഓഫ് ദ പണിഷ്മെന്റ്, അതായത് ആള് ചെയ്ത മിസ്കണ്ടക്ട്, ആള് കമ്മിറ്റ് ചെയ്ത ആ മിസ്കണ്ടക്ട് എന്തായിരിക്കണം? ആപ്റ്റ്നെസ് ഓഫ് ദ പണിഷ്മെന്റ്, അതിന് ആ പണിഷ്മെന്റിന് തുല്യമായ രീതിയിൽ ഉള്ള ചാർജ് ഷീറ്റ് ആണ്. വലിയ രീതിയിലുള്ള തെറ്റുകളാണെങ്കിലും വലിയ രീതിയിലുള്ള പണിഷ്മെന്റ്, അല്ലെ? ചെറുതാണെങ്കിലും അതനുസരിച്ച്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു വയലേറ്റ് ചെയ്ത കാര്യം എന്താണോ, മിസ്കണ്ടക്ട് എന്താണോ, അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റുകൾ കാണിക്കുന്ന രീതിയിലുള്ള ചാർജ് ഷീറ്റ് ആണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യേണ്ടത്? തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്താണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. ചാർജ് ഷുഡ് ബി ഫ്രെയിംഡ് അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പൊ ചാർജ് ഷീറ്റ് നമ്മൾ അതനുസരിച്ചിട്ടാണ് ഫ്രെയിം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ചാർജ് ഷീറ്റ് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? Yes, ma'am. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത് ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി അതിനകത്ത് ഒരു സെന്റൻസ് കൂടി കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് ബട്ട് എ വാർണിംഗ് ലെറ്റർ ഫോർ ദ വയലേറ്റർ ടു മേക്ക് ഹിം റിയലൈസ് ഹിസ് മിസ്റ്റേക്സ് ആൻഡ് alerts him the consequences if he violates the rules. ഇനി ഇതുപോലെ റൂൾസ് ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഉണ്ടാകും, നടപടികൾ ഉണ്ടാകും എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്താൻ, അലർട്ട്, ജാഗ്രത ഉണ്ടാക്കാനും അതുപോലെ ആളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാർണിംഗ് ലെറ്റർ ആണ് എന്ത്? ചാർജ് ഷീറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഇറ്റ് എന്ന് പറയുന്നത് ചാർജ് ഷീറ്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, ഒരു വാർണിംഗ് ലെറ്റർ ആണ്. ഇറ്റ് എന്നുള്ളടത്ത് നമ്മൾ ചാർജ് ഷീറ്റ് എന്ന് ചേർത്ത് തന്നെ വായിച്ച് പഠിക്കണം. ഓക്കെ, ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. വയലേറ്റ്സ് ദ റൂൾസ് വരെ. ഓക്കെ, അടുത്തത് കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. അടുത്തത് എന്താ? അപ്പൊ ഈ ചാർജ് ഷീറ്റ് ആർക്ക് കിട്ടി? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. എന്തിനു വേണ്ടിയിട്ട്? ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയുള്ള തെറ്റാണ് ചെയ്തത്, അതൊക്കെ നോക്കിയിട്ട് വേണം ചാർജ് ഷീറ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ ആൾക്ക് വാൺ ചെയ്യണോ, അല്ലെങ്കിൽ ആളെ സീരിയസ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ. അതിനുശേഷം ആ ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്തു. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു വാർണിംഗ് ലെറ്റർ ആണ്, പണിഷ്മെന്റ് അല്ല. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് എന്ത് കുറ്റമാണ് ആൾ ചെയ്തതെന്നോ അത് ഒന്ന് ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ ഇനി അങ്ങനെ ചെയ്താൽ അതിന്റെ കോൺസിക്വൻസസ്, പണിഷ്മെന്റ് ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ജാഗ്രത കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാർണിംഗ് ലെറ്റർ ആൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കുമ്പോഴും ആ പണിഷ്മെന്റ് അതിന് ഇക്വലന്റ് ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ചാർജ് ഷീറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ഷീറ്റ് കൊടുത്തു. ആർക്ക് കൊടുത്തു? എംപ്ലോയിക്ക് കൊടുത്തു. അപ്പൊ എംപ്ലോയിക്ക് കിട്ടിയേക്കാണ് കേട്ടോ.
ഞാനാണ് എംപ്ലോയി, എനിക്ക് ചാർജ് ഷീറ്റ് കിട്ടിയേക്കാണ്. സോ വാട്ട് ആർ ദ എക്സ്പ്ലനേഷൻസ്? ഇനി ഈ എംപ്ലോയി വെൻ റിസീവിംഗ് ദ ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ട്, ആൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം? വേഗം തന്നെ അത് ഞാനൊന്നും ചെയ്തില്ല കീറാണോ? അല്ല, ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാം. എന്താണ് ആ നടപടികൾ? ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് ദ ചാർജസ്. എന്ത് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, ആ ചാർജസ് ഇത് ഞാൻ ചെയ്തതാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചാർജ് ഷീറ്റിന് അനുസരിച്ച് ഞാനത് ഒരു വയലേറ്റ് ചെയ്തു റൂള്, അങ്ങനെ ഒരു മിസ്കണ്ടക്ട് എന്നിൽ നിന്നുണ്ടായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇനി വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചില എക്സ്പ്ലനേഷൻസിന് വേണ്ടിയിട്ട് ഓൾസോ ഹി ക്യാൻ മേക്ക് സം റിക്വസ്റ്റ് ടു ദ മാനേജ്മെന്റ്. അതിനെ കുറിച്ച് ഒരു വിശദമായ ഒരു കാര്യം തരാനായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം. എനിക്കൊരു അവകാശം തരണം, എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷെ ഇഫ് ദ എക്സ്പ്ലനേഷൻ ഈസ് നോട്ട് വിച്ച് ഈസ് സബ്മിറ്റഡ് ബൈ ദ എംപ്ലോയി ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എംപ്ലോയി എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു, ഇത് ഇന്നത് കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു വിശദീകരണം ഒക്കെ കൊടുത്തു. പക്ഷെ മാനേജ്മെന്റ് ആ കിട്ടിയ എക്സ്പ്ലനേഷനിൽ സാറ്റിസ്ഫാക്ടറി അല്ല എങ്കിൽ എന്ത് ചെയ്യാം? They can make a further enquiry. വീണ്ടും അവർക്ക് വേറെ എൻക്വയറീസ് നടത്താം. അവർക്ക് ആൾക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, എന്ത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നടത്തണം മാനേജ്മെന്റ്. ഓക്കെ, എന്ന് വെച്ചാൽ ആൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം എന്ന്. കേട്ട് കഴിയുമ്പോ ചിലപ്പോ നമുക്ക് ഇത് ശരിയല്ലല്ലോ, അത് നമ്മളുടെ ഈ വയലേറ്റ് ചെയ്ത റൂളുമായി ബന്ധപ്പെട്ട ഒരു റീസണേ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടി ഒന്നുകൂടി നടത്തണം. എന്നിട്ട് എന്താണ് അതിനനുസരിച്ച് ചാർജ് സബ്മിറ്റ് ചെയ്തതനുസരിച്ച് ആ ഒരു എൻക്വയറി ഒക്കെ നടത്തി റെക്കോർഡ്സ് ഒക്കെ നോക്കി, അതുപോലെ തന്നെ അവിടുത്തെ അവർ കണ്ടെത്തിയ കാര്യങ്ങള്, ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ ആളുടെ മുമ്പിൽ തന്നെ, എംപ്ലോയിയുടെ മുമ്പിൽ അയാളുടെ പ്രസൻസിൽ തന്നെ സൈൻ ചെയ്തിട്ട് കൊടുക്കുക. ചാർജസ് ഒക്കെ കറക്റ്റ് പറഞ്ഞേക്കുന്നതൊക്കെ ശരിയാണ്. ഇനി ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടും ഈ ആളില് കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങളും മറ്റൊക്കെ അത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫൈൻഡിങ്സും ഒക്കെ നമ്മൾ റിസൾട്ട് ഒക്കെ നോക്കിയതിന് ശേഷം ആളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അത് സൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് സൈൻ ചെയ്യിപ്പിക്കണം. അതാണ് ആക്സെപ്റ്റ് ദ ചാർജസ്. അത് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒപ്പ് ആളുള്ളത്. കാരണം ഇത് ഞാൻ വരുത്തിയതാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ് എന്നുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും നടത്തി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആള് എന്താ പറയാ എംപ്ലോയി അത് അഡ്മിറ്റ് ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിച്ചു എന്ന് കാണിക്കുന്ന ഒരു സൈനോടൊപ്പം തന്നെ എന്താ പറയാ ഒപ്പിട്ടിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഒന്നാമത്തേത് ആക്സെപ്റ്റിംഗ് ചാർജസ് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ദ ചാർജസ്. ഒന്നാമത്തെ നമ്മുടെ ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഒന്നത് ചാർജ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ്. അത്രയൊന്ന് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. ഇവിടെ വരെ ഞാൻ ഇപ്പൊ ഇന്ന് എടുക്കുന്നുള്ളൂ, ക്ലാസ് ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസിലെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ ആക്സെപ്റ്റിംഗ് ദ ചാർജസ് മെൻഷൻഡ് ഇൻ ദ ചാർജ് ഷീറ്റ്. ചാർജ് ഷീറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതാണ് എന്താ പറയാ ആക്സെപ്റ്റ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് 2-3 കൊണ്ടിട്ട് എന്തൊക്കെയാണ് എംപ്ലോയിക്ക് ചെയ്യാൻ പറ്റുക, ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, താൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നു. ഓക്കെ, അതിന് റീസൺസും വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുമ്പോൾ റീസൺ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിലാണ് ഒന്നുകൂടി ഇൻവെസ്റ്റിഗേഷൻസ് നടത്താം. ഓക്കെ, സോ ഇവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. അതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.